ദാസനും വിജയനും കാണാത്ത ദുബായിയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദുബായ് എന്നുള്ള മനോഹരമായ സിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ UAE എന്നുള്ള രാജ്യത്തെക്കുറിച്ച്. നമുക്കറിയാം, ദുബായിലോ UAEയിലൊക്കെ ഒരിക്കലെങ്കിലൊക്കെ വിസിറ്റ് ചെയ്ത ആളുകൾ ജനറലി പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ എക്സലൻ്റ് ആണ്, ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എക്കണോമിക്കലി വളരെ ഫോർവേഡ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങളല്ല. ഒരു വലിയ സിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യം അതുപോലെ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സുദീർഘമായിട്ടുള്ള പ്ലാനുകളും പ്രവൃത്തികളൊക്കെ ആവശ്യമാണെന്ന് പറയുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ അങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട്, അങ്ങനെ വളരാനായിട്ട് നമ്മൾ സാധ്യമാകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, നമ്മൾ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിലെ മിക്കവാറും കോളനി രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്. ഇപ്പോൾ 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നു. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യവും ശരിക്കും 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം ഈ കോളനി രാജ്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം 1950-60കളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെ സിലോൺ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് നമ്മൾ അതിനെ ശ്രീലങ്ക അല്ലെങ്കിൽ കൊളംബോ എന്നുള്ള ക്യാപിറ്റലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുണ്ടാകും, ധാരാളം ആളുകളൊക്കെ അവൻ സിലോണിൽ പോയിട്ട് വലിയ ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കി വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ സിലോണിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ ആലോചിച്ചു. അല്ലെങ്കിൽ അന്നൊക്കെ പറയുന്നത് സിലോൺ അല്ലെങ്കിൽ ഈ കൊളംബോ ജപ്പാൻ്റെ പോലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെന്ന് പറയുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ശ്രീലങ്കയിൽ ധാരാളം സ്പൈസസ് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ സ്പൈസസ് എല്ലാം യൂറോപ്പിലേക്ക് ട്രേഡ് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അത് ഇൻ്റർനാഷണൽ കപ്പൽ പാതയിലാണ്, ഇൻ്റർനാഷണൽ ട്രേഡ് റൂട്ടിൽ വരുന്നൊരു ഭാഗമാണ് കൊളംബോ അല്ലെങ്കിൽ ശ്രീലങ്ക. അപ്പോൾ ആ രീതിയിൽ അതിന് ധാരാളം അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യങ്ങൾ, ശ്രീലങ്കയിൽ ഈസി ആയിട്ട് ഫോറിനേഴ്സിനൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. അവരുടെ ഇമിഗ്രേഷൻ ലോകളൊക്കെ വളരെ ലിബറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഫോറിനേഴ്സിന് അവിടെ വരാനും ഇൻ്റർനാഷണൽ ട്രേഡ് നടത്താനൊക്കെ സാധിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ 50-60 കാലഘട്ടങ്ങളിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും എക്കണോമിക്കലി ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു കൊളംബോ അല്ലെങ്കിൽ ശ്രീലങ്ക എന്ന് നമ്മൾ പറയുന്നു. ഇനി 1960-കളിൽ 70-കളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ മിഡിൽ ഈസ്റ്റിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. അന്ന് അതിന് പറഞ്ഞ പേരായിരുന്നു പേർഷ്യ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ പേർഷ്യക്ക് പോകുന്നു, പേർഷ്യൻ നമ്മൾ പറയുന്നത് പെർഫ്യൂമൊക്കെ കൊണ്ടുവരുന്നു, ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമാണ്. ഈ പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനാണ്. നമുക്കറിയാം, ക്യാപിറ്റൽ സിറ്റി ടെഹ്റാൻ ആയിട്ടുള്ള ഒരു രാജ്യം. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു ഭൂപ്രദേശമുള്ള ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. 85 മില്യൺ ആളുകൾ താമസിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, ധാരാളം മൈനുകളുണ്ട്, അഗ്രികൾച്ചറിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സാഹചര്യമാണ്. പീപ്പിൾ ആർ വെരി എഡ്യൂക്കേറ്റഡ്. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുക, 1979 ഇറാനിൽ ഒരു ഇറാനിയൻ റെവല്യൂഷൻ നടക്കുകയാണ്. അവിടുത്തെ പുതിയൊരു ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ് അന്നുണ്ടായിരുന്ന ബാങ്കുകൾ, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സ്ഥാപനങ്ങളെല്ലാം നാഷണലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എക്കണോമിക്കലി വളരെ വീക്കായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് പറയുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള മറ്റൊരു വളരെ സമ്പൽ സമൃദ്ധമായിട്ടിരുന്ന 70-കളിൽ 80-കളിലൊക്കെ എക്കണോമിക്കലി വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്ന ഒരു രാജ്യമാണ്. ഇതിൻ്റെ പേരാണ് ലെബനൻ എന്ന് പറയുന്ന രാജ്യം. അതിൻ്റെ ക്യാപിറ്റലാണ് ബെയ്റൂട്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഫ്ലൈറ്റുകളൊക്കെ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ ഈ വൈഡർ ബോഡി ഫ്ലൈറ്റുകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ 2-3 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്തിട്ട് അന്ന് ബെയ്റൂട്ടിൽ അവർക്കൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. 2-3 മണിക്കൂറൊക്കെ ബെയ്റൂട്ടിൽ ഒരു സ്റ്റോപ്പ് ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് യൂറോപ്പിലേക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ ഈ ബെയ്റൂട്ട് അല്ലെങ്കിൽ ലെബനോൺ വളരെ എക്കണോമിക്കലി ഡെവലപ്പ് ആയിട്ടിരുന്ന, കൾച്ചറലി ഡെവലപ്പ് ആയിട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഈ 3 എക്സാമ്പിളുകൾ നമ്മളിന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെബനൻ എന്നൊരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ശ്രീലങ്ക എന്ന രാജ്യം എക്കണോമിക്കലി വളരെ വീക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതായത് ഒരു കാലഘട്ടങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും എക്കണോമിക് സൈക്കിളുകൾ നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ആ രാജ്യം എക്കണോമിക്കലായിട്ട് വളരെയധികം ഫ്ലറിഷ് ആകുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഭൂമികളൊക്കെ താഴുന്നു, അത് താഴേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ദുബായ് എന്ന് പറയുന്നത് എക്കണോമിക്കലി വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ലോകത്തിലെ തന്നെ നല്ല മനോഹരമായ സിറ്റിയാണ്. UAE എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ഇപ്പോൾ ദുബായ് റൂളർ പറയുകയാണ്, നോക്കുക, എനിക്ക് 74 വയസ്സായി, എത്ര വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുന്നു അറിയില്ല, പക്ഷേ ഇന്ന് ഈ സിറ്റി വളരെ മനോഹരമാണ്. നാളെ ഈ സിറ്റി എങ്ങനെ ഇതിനേക്കാൾ മനോഹരമായിട്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ UAE എന്നുള്ള രാജ്യത്തെ എങ്ങനെ ഭാവിയിലേക്ക് ഏറ്റവും നല്ല രാജ്യമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഈ ചിന്തയിൽ നിന്നാണ് ഏകദേശം 10 വർഷം മുമ്പ് 2016 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 24, 2016 ദുബായ് ഗവൺമെൻറ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഫ്രീ സോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ ആലോചിക്കുകയാണ്, അതായത് ഭാവിയിലേക്കുള്ള ടെക്നോളജികൾ എന്തായിരിക്കും, ഭാവിയിലേക്കുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും, ഭാവിയിലേക്കുള്ള എംപ്ലോയബിലിറ്റി എന്തായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എന്തായിരിക്കും. അപ്പോൾ ഇതൊക്കെ ലോകത്തിലെ തിങ്ക് ടാങ്കുകളുമായിട്ട് ചർച്ച ചെയ്യുന്നു, അതിനുവേണ്ട വർക്ക്ഷോപ്പുകൾ നടത്തുന്നു, അതിനുവേണ്ട ഗവൺമെൻറ് പോളിസികളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ധാരാളം ആക്ടിവിറ്റീസുകൾ നടക്കുന്ന ഒരു ഫ്രീ സോണാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ. നിങ്ങൾ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ www.dubai future foundation.ae എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോകാം.
എന്നിട്ട് അതിനകത്ത് ഇമെയിലുകളൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഞാൻ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാണ്, ഇനി ഭാവിയിലേക്ക് പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 50 ഇൻഡസ്ട്രികളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ദുബായ് ഗവൺമെൻറ് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അവർ ലോകത്തിലുള്ള ഏറ്റവും വലിയ തിങ്ക് ടാങ്കുകളുമായിട്ട് ചർച്ച ചെയ്യുന്നു, അതിന് വേണ്ട വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നു, 10x ഗ്രോത്തിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതേവരെ കാണാത്ത, കേൾക്കാത്ത, എന്നാൽ ഭാവിയിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം കൂടി സ്റ്റാർട്ട് ചെയ്തു. അതിനാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത്. സാധാരണ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ആ ഓവൽ ഷേപ്പിലുള്ള മ്യൂസിയം ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മ്യൂസിയത്തിൽ ചെന്നാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, കുറച്ച് റോബോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദുബായ് ഇന്നൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. UAE എന്നുള്ളൊരു നല്ല ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷേ ഭാവിയിലേക്കും ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള, ഇതിനേക്കാൾ ഗ്രേറ്റ് ആയിട്ട് ഈ സിറ്റിയെ മാറ്റുന്നതിന് വേണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട വിത്തിടുന്നതാണ് അവർ ചെയ്യുന്നത്, അതിന് വേണ്ട വളം കൊടുക്കുന്നതാണ് ചെയ്യുന്നത്, അതിന് വേണ്ട തിങ്ക് ടാങ്കിങ് ആണ് അവർ ചെയ്യുന്നത്, അതിന് വേണ്ട പോളിസി മേക്കിങ്ങുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഭാവിയിലേക്ക് വേണ്ട ഒരു നഗരം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദാസനും വിജയനും കാണാത്ത ദുബായിയുടെ 5ാമത്തെ എപ്പിസോഡിൽ നമ്മൾ മനോഹരമായിട്ട് കാണുന്നതാണ് എങ്ങനെയാണ് UAE ഒരു ഫ്യൂച്ചർ സിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ രാജ്യമായിട്ട് വളരാനായിട്ട് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനിലൂടെ സാധിക്കുന്നത്. താങ്ക് യു.